ഹലോ ഓൾ, ഞാൻ ഡോക്ടർ ലക്ഷ്മി. ബാംഗ്ലൂരിലെ വിജയനഗറിലുള്ള ഒരു കോളേജിൽ നിന്ന് ആയുർവേദിക് സർട്ടിഫിക്കേഷൻ എടുത്തൊരു ഡോക്ടറാണ് ഞാൻ. ഐ മീൻ ആയുർവേദിക് ഡോക്ടർ. 2010-16 ബാച്ചിലാണ് പഠിച്ചിറങ്ങിയത്. ആൻഡ് ടിൽ നൗ 2025 വരെ 10 years ഐ ഹാഡ് ബീൻ വർക്കിംഗ് കണ്ടിന്യൂസ്ലി. നിതിൻ രാജ് എന്ന് പറയുന്ന കുഞ്ഞ് ഒരു ഡെന്റൽ കോളേജിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ റാം എന്ന് പറയുന്നത് ഒരു ടീച്ചറിന്റെ ഭാഗത്തു നിന്നുണ്ടായതും അല്ലാതെയുമായിട്ടുള്ള റാഗിങ്ങും സ്ട്രെസ്സും ബെയർ ചെയ്യാൻ പറ്റാണ്ട് സൂയിസൈഡ് ചെയ്ത ഒരു കുട്ടിയാണ്. അപ്പോൾ ഇതിപ്പോ സ്ഥിരമായിട്ട് മീഡിയാസിൽ പല കുട്ടികൾ വന്നിട്ട് ഒരുപാട് എവിഡൻസസ് തരുന്നുണ്ട്. അവരെല്ലാവരും ഫേസ് ചെയ്തതും ടോർച്ചർ ചെയ്യപ്പെട്ടതുമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. സോ എനിക്കിത് കാണുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ പുഷും ചെയ്യും. ലൈക്ക് ദാറ്റ് ഐ കുഡന്റ് സ്റ്റേ അവേ. ഇതിപ്പോ റിയാക്ഷൻ വീഡിയോ അല്ല, ദിസ് ഇസ് കൈൻഡ് ഓഫ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു ഓപ്പൺ അപ്പ്. ഞാൻ 5.5 വർഷം പഠിച്ചിരുന്നപ്പോൾ എൻ്റെ കോളേജിന്റെ പ്രിൻസിപ്പളിന്റെ ഫാമിലിയുടെയും ഭാഗത്തുനിന്നുണ്ടായ ടോർച്ചേഴ്സ് വാസ് കൈൻഡ് ഓഫ് ലിമിറ്റ്ലെസ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് പുറത്തു വന്നതെന്നും ആ സ്ട്രെസ് എങ്ങനെ ബെയർ ചെയ്യാൻ പറ്റിയെന്നും വൈ ഡിഡന്റ് ഐ കമ്മിറ്റ് സൂയിസൈഡ് എന്നും പറയാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ് ഇനി വരുന്ന കുഞ്ഞുങ്ങൾക്കെങ്കിലും ഈ ഒരു അൺവാണ്ടഡ് സ്ട്രെസ് നിന്ന് പുറത്തേക്ക് വരാനോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ഫിയർ, നമ്മുടെ അറ്റൻഡൻസ് തരില്ല, തോപ്പിച്ചു കളയും എന്നൊക്കെയുള്ള അൺവാണ്ടഡ് ഫിയറും നമ്മുടെ ത്രെട്ടണിങ്ങും ഒന്നും അവർക്ക് എഫക്റ്റ് ആവാതിരിക്കാനും മേ ബി ഒരു ഹെൽപ്പ് ആയിരിക്കും. കേരളയിൽ ഇരിക്കുന്ന നമ്മുടെ പാരന്റ്സിനെ വിളിച്ചിട്ട് പെൺകുട്ടികളാണ്, ബാംഗ്ലൂർ ഇസ് എ വാസ്റ്റ് സിറ്റി, നിങ്ങളുടെ കുട്ടി കൈവിട്ടു പോയി, കുട്ടി മോഡേൺ ഡ്രസ് ഇടുന്നുണ്ട്, കുട്ടി തോറ്റുപോകും, ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഇത് പോരാ, പിന്നെ എത്ര മാർക്ക് നമ്മൾ മേടിച്ചാലും പുള്ളിക്കാരൻ വിളിച്ചിട്ട് നമുക്ക് 1 മാർക്ക് 2 മാർക്ക് എന്നൊക്കെ പറഞ്ഞ് അൺവാണ്ടഡ്ലി നമ്മുടെ പാരന്റ്സിനെ ഒക്കെ പാനിക് ആക്കുക, പിന്നെ പണിഷ്മെന്റ്സ് തരിക. ഇപ്പോ നിതിൻ രാജിന്റെ കേസിൽ റാം സാർ ഒത്തിരി പണിഷ്മെന്റ്സ് തരും, അറ്റൻഡൻസ് കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലീവ് തരാതിരിക്കുക. നമുക്ക് ആയുർവേദം പഠിക്കുമ്പോൾ 1.5 വർഷമാണ് നമ്മുടെ 1 വർഷമായിട്ട് കണക്കാക്കുന്നത്. 1.5 വർഷം കഴിഞ്ഞ് എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രം ഒരു 5-10 ദിവസം വീട്ടിൽ പോയി നിൽക്കാം. അങ്ങനെയായിരുന്നു ലീവ്. അപ്പൊ ഈ 1.5 വർഷം നമ്മൾ വീട്ടിൽ പോകാൻ പാടില്ല. വല്ലപ്പോഴും നമ്മൾ ഒരു ലീവ് എടുത്ത് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് വിളിക്കണം, പിന്നെ ടിക്കറ്റ് കാണിക്കണം, പിന്നെ പ്രിൻസിപ്പളിനെ കാണണം, ക്ലാസ് ടീച്ചറിനോട് ചോദിച്ചിട്ടൊന്നും പോവാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോ പിന്നെ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ ചേംബറിന്റെ മുമ്പിൽ ഒരു 3-4 ദിവസമെങ്കിലും വൈകിട്ട് കോളേജ് വിട്ടതിന് ശേഷം 7 മണിവരെയും 8 മണിവരെയും പെൺകുട്ടികളെ പിടിച്ച് നിർത്തുക. ഇതൊക്കെയാണ് പുള്ളിയുടെ കൈൻഡ് ഓഫ് പണിഷ്മെന്റ്സ്. നമ്മളൊരു 3-4-5 ദിവസം നിന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും നിന്ന് തളരുമ്പോൾ ആളകത്തേക്ക് ചിലപ്പോൾ നമ്മളെ വിളിക്കില്ല. അയാൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ അകത്തേക്ക് വിളിക്കില്ല. ആളുടെ പിന്നെ സെക്യൂരിറ്റി ഗാർഡിന്റെ കയ്യിൽ നമുക്ക് ലെറ്റർ കൊടുക്കാം. അപ്പൊ ലെറ്റർ സൈൻ ഇട്ട് തരും. ചിലപ്പോൾ പെർമിഷൻ ഇല്ലാതെ എഴുതി അങ്ങ് തന്നാൽ പിന്നെ ആ 1.5 വർഷം കഴിയുന്നത് വരെ പോകാനുള്ള പെർമിഷൻ ഇല്ല തന്നെ. പാരന്റ്സിനെ വഴക്ക് പറയുക. ഇവർക്കൊക്കെ ആരാണ് നമ്മുടെ പാരന്റ്സിനെ ഒക്കെ ചീത്ത പറയാനുള്ള അധികാരം കൊടുക്കുന്നത്? എന്ത് അധികാരമാണുള്ളത്? എന്ത് റൈറ്റ്സ് ഉണ്ട്? ഇനി പോകുന്ന കുട്ടികളെങ്കിലും കുട്ടികളുടെ പാരന്റ്സ് മനസ്സിലാക്കണം, നിങ്ങൾ കാശ് കൊടുത്ത് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ഒരു പ്രിൻസിപ്പളിനും ഒരു സാറിനും നിങ്ങളെ വഴക്ക് പറയാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല. നാളെ നിങ്ങളുടെ കുട്ടി ഇയാളിരിക്കുന്ന സെയിം പൊസിഷനിൽ സെയിം പോസ്റ്റിൽ വരേണ്ട ആളാണ്. അപ്പൊ ഒരു സീനിയറിനോട് എന്നുള്ള ബിഹേവിയർ, എന്നുള്ള റെസ്പെക്ട് മതി. അതിൽ കൂടുതൽ പേടി വേണ്ട. ബിക്കോസ് പാരന്റ്സിന് ഒരു ഭയങ്കര പേടിയും പാനിക്കും ഒക്കെ നമ്മുടെ പ്രിൻസിപ്പളിനെയോ ടീച്ചേഴ്സിനെയോ കാണുമ്പോൾ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് അതിന്റെ ഡബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോഴാണ് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ അയ്യോ വീട്ടിൽ തന്നെ ഓൾറെഡി അച്ഛനും അമ്മയ്ക്കും പേടിയാണ് പ്രിൻസിപ്പളിനെയും സാറിനെയും ഒക്കെ. അപ്പൊ നമ്മളെങ്ങനെ വിളിച്ചു പറഞ്ഞ് അവർ ഇനിയും പേടിക്കല്ലേ ഉള്ളൂ എന്ന് തോന്നും. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ദേ വിൽ ടേക്ക് എ ഡിസിഷൻ ടു കമ്മിറ്റ് എനി മിസ്റ്റേക്സ് ലൈക്ക് നിതിൻ രാജ്. എന്റെ കാര്യം പറയുവാണെങ്കിൽ എന്റെ ഇന്റേൺഷിപ്പിലെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇന്റേൺഷിപ്പിൽ എനിക്കൊരു 1 month എങ്ങാണ്ടുണ്ട് കോഴ്സ് കംപ്ലീഷന്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ പ്രിൻസിപ്പൽ ഒരിക്കൽ വാർഡിലേക്ക് വരുമ്പോൾ ഒത്തിരി അഡ്മിറ്റഡ് പേഷ്യൻസ് ഉണ്ട്. നമ്മളവിടെ എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ ഡ്യൂട്ടി ടൈമിൽ പ്രിൻസിപ്പൾ വന്നപ്പോൾ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇതുപോലെ തന്നെ കൈയൊക്കെ കെട്ടി നിൽക്കുവാണ്. ആൻഡ് എൻ്റെ പ്രിൻസിപ്പൽ കൂടെ നിന്ന നഴ്സിന്റെയും ഒരു അറ്റൻഡറിന്റെയും പിന്നെ ഒരു ആളുടെ വള്ളി പിടിച്ച് നടക്കുന്ന ഒരു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ അടുത്തും പറഞ്ഞു, പേഷ്യൻസിന് മുന്നിൽ ലുക്ക് അറ്റ് ദിസ് ഷെയിംലെസ് ലേഡി എന്ന്. ഒരു 23-24 വയസ്സുണ്ട് എനിക്ക്. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഇമ്മീഡിയറ്റ്ലി ട്രിഗർ ആവുകയും പ്രിൻസിപ്പൾ ആണോ പിന്നെ ദേവേന്ദ്രൻ ആണോ എന്നൊന്നും നോക്കിയില്ല.
ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ദാറ്റ്, ഞാൻ അതല്ല എന്ന് പറയുകയും പുള്ളി എന്നെ കുറേയും കൂടെ ചീത്ത വിളിച്ചിട്ട് ക്ലിയർ ഓഫ് ഫ്രം ഇയർ എന്ന് പറയും. ഞാൻ അവിടെ നിന്ന് ക്ലിയർ ഓഫ് ആയി. അപ്പൊ അയാൾ പിന്നെയും പറയുന്നുണ്ടായിരുന്നു എന്റെ അഹങ്കാരം, സ്വഭാവ ദൂഷ്യം, അത് ഇതൊക്കെ. നാണം കെട്ടവിളയെന്ന് വിളിക്കുമ്പോൾ അതിന്റെ മുമ്പേ നമ്മൾ തലകുണിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നവരെ ആയിരിക്കും അയാൾ കണ്ടിട്ടുള്ളത്. മേ ബി അയാളുടെ ഭാര്യ, അയാളുടെ കുട്ടി, അങ്ങനെ നാണം ഇല്ലാത്ത വർഗ്ഗങ്ങളായിരിക്കാം. പക്ഷെ ഞാൻ ആ കാറ്റഗറിയിൽ അല്ലാത്തത് കൊണ്ട് ഞാൻ അവിടുന്ന് ക്ലിയർ ഓഫ് ആയി. പക്ഷെ അതിന് വേണ്ടിയിട്ടും എനിക്ക് പണിഷ്മെന്റ് തരികയും ഇതുപോലെ തന്നെ ഈ നിതിന്റെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇനി കുറെ ദിവസത്തേക്ക് അറ്റൻഡൻസ് കാണില്ല, ഞാൻ അവിടെ അയാളുടെ ചേംബറിന്റെ മുമ്പിൽ പിന്നെയും പോയിട്ട് കുറെ ദിവസം നിൽക്കണം, നിന്നിട്ടില്ലെങ്കിൽ എനിക്ക് അറ്റൻഡൻസ് ഇല്ല എന്നൊക്കെ പുള്ളി പറയുകയും ഞാൻ നിൽക്കില്ല എന്ന് ഡിസൈഡ് ചെയ്തിരുന്നു. ബിക്കോസ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്. ബട്ട് നെക്സ്റ്റ് ഡേ തൊട്ട് കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന അപ്രോച്ച് വാസ് വെരി ഹൊറിബിൾ. നഴ്സുമാരോടൊക്കെ ഞാൻ എന്റെ ഡ്യൂട്ടി സ്ഥലത്തിൽ പോയപ്പോൾ അവിടുത്തെ നഴ്സ് പറഞ്ഞു, അയ്യോ ഡോക്ടർ ഇവിടെ നിന്ന് ക്ലിയർ ഓഫ് ആവണം, ഡോക്ടർ ഇവിടെ നിന്ന് എനിക്കും കൂടെ പ്രോബ്ലം ആവും, ഡോക്ടറിനെ ഇവിടെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പൽ, ഡോക്ടർ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു വിടണം എന്നൊക്കെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്ന ഓർഡേഴ്സ്. അപ്പോ ആ കുട്ടിക്കും പേടിയാണ്. ഞാൻ എവിടെ പോയി നിൽക്കാനാണ്, പിന്നെ കോളേജിൽ ചുമ്മാ ചുറ്റിക്കറങ്ങി നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ അമ്മയെ വിളിച്ചു. എനിക്കിനി പറ്റത്തില്ല, ഞാൻ എന്ത് വേണം, ഇനിയിപ്പോ അയാളുടെ അടുത്ത് പോയിട്ട് സോറി പറയണോ, ഇനി അവിടെ ചെന്ന് നിൽക്കണോ, ഞാൻ നിൽക്കില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന് തീരുമാനിച്ചു. ബിക്കോസ് അത് ആ ഒരു സിമ്പിൾ ഇൻസിഡൻസ് മാത്രം കൊണ്ടല്ല, അതിന് മുന്നേ ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് ഉണ്ട് ആ കോളേജിലെ. അപ്പോ എല്ലാം കൂടെ ചേർന്നിട്ട് എനിക്ക് ലോസ്റ്റ് ആയിപ്പോയി, ഇമോഷണലി ഭയങ്കര ഡൗൺ ആവുകയും ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാന്ന് വിചാരിച്ച് എന്റെ അമ്മയെ വിളിച്ചതാ. പക്ഷെ എന്റെ അമ്മ വളരെ ബോൾഡ് ആയിട്ട് ഡീൽ ചെയ്തു. ഷി വാസ് ലൈക്ക് എന്റെ ഫ്യൂച്ചറും അതും ഇതും ക്ലീഷിയസ് ഒന്നും പറഞ്ഞു തരാതെ ഷീ സെഡ് ടുമോറോ മോർണിംഗ് ഐ വിൽ ബി ദേർ, കൻ യു ഗിവ് മീ സം ടൈം, ഞാൻ നാളെ രാവിലെ അവിടെ എത്തുന്നു, നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട, ഒന്നും വേണ്ട, നിനക്ക് സന്തോഷാവോ, അവന് ഒരെണ്ണം കൊടുത്താൽ നിനക്ക് സന്തോഷാവോ. ഐ വാസ് ലൈക്ക് ആ പോയിന്റിൽ എനിക്ക് വേണ്ടത് അതായിരുന്നു, അയാളുടെ ചെകിട്ടത്തൊന്ന് കൊടുക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഐ വിൽ ബി വെരി ഹാപ്പി, മോർ ദാൻ ഹാപ്പി. അപ്പൊ അമ്മ പറഞ്ഞു നീ കരയണ്ട, തൂങ്ങിച്ചാവാനൊന്നും നിൽക്കണ്ട, അവിടെ നിൽക്ക്, ഞാൻ വരുന്നു എന്ന് പറയും. പുള്ളിക്കാരി നെക്സ്റ്റ് ഡേ വന്ന് അത് സോർട്ട് ചെയ്തു എന്നുള്ളത് അതൊക്കെ പിന്നീട്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഞാൻ ഓവർകം ചെയ്തത് അമ്മയുടെ കുറേ നേരം അമ്മയോട് സംസാരിച്ചതിന്റെ ആ ഒരു ഇമ്പാക്റ്റിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ധൈര്യം കിട്ടി, നാളെ പ്രിൻസിപ്പളിനെ ഇടിക്കുന്നത് കാണാമല്ലോ എന്നൊക്കെ മനസ്സിൽ തോന്നി. അപ്പോ അമ്മ ഒരു പൊളിറ്റീഷ്യനെ കൊണ്ടുവരും, അങ്ങനെയൊക്കെ അമ്മ സ്ട്രോങ്ലി എന്നെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിതിൻ കടന്നു പോയിക്കൊണ്ടിരുന്ന സ്ട്രെസ് അവന്റെ അച്ഛനോട് പറയുകയും ഇൻസ്റ്റെഡ് ഓഫ് സിസ്റ്റേഴ്സ് അച്ഛനോട് പറയുകയും, അച്ഛൻ ഏതെങ്കിലും പൊളിറ്റീഷ്യനെ ഒക്കെ വിളിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ ഉള്ള ഒരു കുഞ്ഞ് അതിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യില്ലായിരുന്നു. അതിനെ ചിലപ്പോൾ ഈ പറഞ്ഞ റാമിന്റെയോ ഇവന്മാരുടെ ഒക്കെ അതേ പൊസിഷനിലോ അതിലും വലിയ പൊസിഷനിലോ ഒക്കെ എത്താൻ കാപ്പബിൾ ആയിട്ടുള്ള, പഠിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനും റെഡി ആയിരുന്ന ഒരു കുഞ്ഞായിരുന്നു. അറ്റൻഡൻസ് ഇല്ലാതെ തോൽപ്പിച്ച് കളയും എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് എല്ലാ മെഡിക്കൽ കോളേജിലും മേ ബി എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ നടക്കുന്നതാണ്. മെഡിക്കൽ കോളേജിന്റെ കാര്യമേ എനിക്കറിയുള്ളൂ. ഇതൊക്കെ നമ്മൾ ഒരു വട്ടം 2 വട്ടം ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ പേടിച്ച് നിൽക്കുമ്പോൾ അത് അവർ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കും. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മൾ പറ്റുമെങ്കിൽ നമ്മുടെ പാരന്റ്സിനെ ഒക്കെ വിളിച്ച് ഒരു വലിയ ഇഷ്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അവന് പറ്റുമെങ്കിൽ അവൻ പഠിക്കട്ടെ, ഞാനല്ലേ കാശ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് നല്ല ജെനുവിൻ സിറ്റുവേഷൻ ആണെങ്കിൽ റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഓവർ പ്രഷറൈസ്ഡ് സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകേണ്ടി വരില്ല. ഈ അറ്റൻഡൻസ് റിലേറ്റഡ് ഒരു കാര്യം പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രിൻസിപ്പളിന്റെ വൈഫ് ഒരു BAMS, വെറും ആയുർവേദ ഡോക്ടർ, MD ഒന്നും അല്ല, അവര് എൻ്റെ കോളേജിൽ ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഒരു മലയാളി ഗേൾ, പുള്ളിക്കാരി അവരുടെ അച്ഛൻ, ഒരു മലയാളി കുട്ടി, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മലയാളി കുട്ടിയുടെ അച്ഛൻ മരിക്കുകയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് പോവുകയും ചെയ്തു. ദിവസവും കണ്ട് കഴിഞ്ഞ് വന്നപ്പോ ഈ ലേഡി ആ കുട്ടിയോട് വളരെ മോശമായിട്ട് പെരുമാറി, പ്രിൻസിപ്പളിന്റെ വൈഫ്. ഈ 10 ദിവസത്തില് 4-മത്തെയോ 5-മത്തെയോ ദിവസം ഈ സ്ത്രീ അറ്റൻഡൻസ് പ്രസന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, അറ്റൻഡൻസ് ബുക്കിൽ പ്രസന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അവർക്ക് തലേന്ന് അടിച്ചതിന്റെ കെട്ടിറങ്ങാത്തതിന്റെയോ അതോ എന്തിന്റെ കുഴപ്പമായിരുന്നു എന്നറിയില്ല. അന്നേരം അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് അവർ 4-മത്തെയോ 5-മത്തെ ദിവസം മാത്രം പ്രസന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കുട്ടിക്ക്. അപ്പൊ ആ കുട്ടിയെ വിളിച്ചു നിർത്തി. കുട്ടി ഓൾറെഡി വളരെ മെന്റലി ബ്രോക്കൺ ആയിരുന്നു, അച്ഛൻ മരിച്ചതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ആ കുട്ടി
ആ ഒരു ലോസ് എന്ന് പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. ഷി വാസ് വെരി ലോസ്റ്റ്. അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടിയെ എഴുപ്പിച്ച് നിർത്തുകയും ഒരുപാട് ചീത്ത പറയും, അവളുടെ പ്രോക്സി ആരാണ് തന്നതെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി എന്നൊക്കെ പറയുകയും ആ പെൺകുട്ടി സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് ലേഡീസ് ഹോസ്റ്റലിന്റെ 6th ഫ്ലോറിൽ നിന്ന് പുള്ളിക്കാരി ചാടി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയായിരുന്നു. ബട്ട് ദെൻ ചാടുന്നതിന് മുന്നേ താഴേന്ന് സെക്യൂരിറ്റിയോ കൂട്ടുകാരികളോ ആരോ കാണുകയും ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് വന്ന് കുട്ടി അൺകോൺഷ്യസ് ആയിട്ട് വീഴുകയും അതിനെ അഡ്മിറ്റ് ചെയ്യുകയും പ്രിൻസിപ്പളും വൈഫും കൂടെ ചെന്നിട്ട് ഒത്തിരി പാമ്പർ ചെയ്യും, സോറി പറയുകയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അന്ന് ആ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത കുട്ടി അതിന്റെ അമ്മയും വീട്ടുകാരും ഒക്കെ വളരെ പത്തറ്റിക് സിറ്റുവേഷനിലായിരുന്നു മെന്റലി. അതുകൊണ്ട് അവൾക്ക് മെന്റൽ സപ്പോർട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മേ ബി അതുകൊണ്ടായിരിക്കും ആ കുട്ടി അത് കമ്മിറ്റ് ചെയ്തത്. ഞാൻ അതിനേക്കാളും വലിയ സിറ്റുവേഷൻസിൽ കൂടെ കടന്നു വരികയും ഒറ്റപ്പെടൽ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടും എനിക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ അത് എനിക്കത് കമ്മിറ്റ് ചെയ്യാൻ തോന്നാത്തത് ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ട്. ഇത്ര സ്ട്രെങ്ത് തരുമായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന്. ഐ കുഡ് കം ഓവർ എവറിത്തിങ്. ഐ ആം മൈ എൻറ്റയർ ലൈഫ് പഠിച്ചിറങ്ങിയത്, എൻ്റെ സർട്ടിഫിക്കേഷൻസ് എല്ലാം എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടാണ്. അതല്ലാതെ ഞാൻ കടന്നു വന്ന അത്രയും ടോർച്ചറും 5.5 years എൻ്റെ അൺവാണ്ടഡ് ബ്ലെയിംസ്, ഗോസിപ്സ്, പിന്നെ കുറ്റം പറച്ചില്, യൂസ്ലെസ് എന്നുള്ള വിളികളെല്ലാം എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതിന് വേർഡ്സ് ഇല്ല പറയാനായിട്ട്. അത് അത്രയും ടോർച്ചർ ഫേസ് ചെയ്തതുകൊണ്ടും അതിനെ ഫൈറ്റ് ചെയ്തതുകൊണ്ടുമാണ് ഇപ്പോൾ നിതിന്റെ കേസ് വന്നപ്പോൾ ഐ ഫെൽ ലൈക്ക് ദിസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു ടോക്ക് ഓൺ ദിസ്. അപ്പോ അങ്ങനെ സംസാരിക്കാന്ന് വിചാരിച്ചത്, അതർവൈസ് സ്പിറ്റ് ഔട്ട് ചെയ്ത് കളയാം മനസ്സിലുള്ളതെന്ന് വിചാരിച്ചത്. സോ കുട്ടികൾക്ക് പാരന്റ്സിന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. ആവശ്യമില്ലാത്ത പേടിയും ഫിയർ ഫാക്ടറും ഒന്നും കുട്ടികളിലേക്ക് ഇൻഡ്യൂസ് ചെയ്ത് വെക്കരുത്. അതിന്റെ ആവശ്യമേ ഇല്ല. അവരൊക്കെ സാധാരണ പ്രിൻസിപ്പളും സാറും എല്ലാവന്മാരും സാധാരണ മനുഷ്യന്മാർ തന്നെയാണ്. ഒരു എക്സ്ട്രാ വെയിറ്റേജ് ഒന്നും കൊടുത്ത് പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഇവിടെ നിതിൻ ഒറ്റയ്ക്ക് ഈ പെയിൻ എല്ലാം ടോളറേറ്റ് ചെയ്യാൻ പറ്റാണ്ട് അവന്റെ ഫ്യൂച്ചർ ഈ നരാധമന്മാർക്ക് വേണ്ടിയിട്ട് സ്പോയിൽ ചെയ്ത് കളഞ്ഞപ്പോ ഐ ആം റീകളക്ടിങ് ഇറ്റ് നൗ. എനിക്ക് എൻ്റെ പ്രിൻസിപ്പളിനോടും ഫാമിലിയോടും ഈച്ച് ആൻഡ് എവറി ഡേ വാശിയും ദേഷ്യവും കൂടുകയും ഞാൻ ഇത്ര ടോർച്ചേഴ്സിന്റെയും ഒറ്റപ്പെടലിന്റെയും ഒടുവിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി റാങ്കോട് കൂടിയാണ് പാസ് ഔട്ട് ആയത്. ഇൻഫാക്ട് ഞാൻ റാങ്ക് വാങ്ങിച്ച എൻ്റെ കോൺവൊക്കേഷന്റെ ടൈമിൽ റാങ്ക് ഹോൾഡേഴ്സിന് ഓണർ ചെയ്യുമ്പോൾ എൻ്റെ അമ്മ സ്റ്റേജിലോട്ട് കയറാൻ പോലും എൻ്റെ പ്രിൻസിപ്പൽ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഹി വാസ് പുള്ളിങ് ഹർ ബാക്ക്. നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു 2-3-4 പ്രാവശ്യം അമ്മയോട് കയറാൻ പറയുന്നു, കയറിയതിനു ശേഷം ഇറക്കുന്നു. ആ കുട്ടി കയറിയിട്ട് നിങ്ങൾ കയറൂ, ഈ കുട്ടി കയറിയിട്ട് നിങ്ങൾ കയറൂ, അങ്ങനെയൊക്കെ പറയും. 2 വട്ടം ആയപ്പോ പോടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയും കൊണ്ട് കയറുകയാണ് ചെയ്തത്. ഓണർ ബോർഡ് റാങ്കിന്റെ ഫലകം മേടിച്ചുകൊണ്ട് വരികയാണ് ഉണ്ടായത് ലാസ്റ്റ് മിനിറ്റിൽ. ആ മൊമെന്റിൽ വെൻ ഐ സ്റ്റൂഡ് ഓൺ ദ സ്റ്റേജ് ഇൻ ഫ്രണ്ട് ഓഫ് എവ്രിബഡി, എന്റെ ടീച്ചേഴ്സ് ആവട്ടെ കൂടെ പഠിച്ചിരുന്നവരാവട്ടെ, ഐ സ്റ്റൂഡ് പ്രൗഡ്ലി. ആ ഒരു ഫീൽ എൻ്റെ അമ്മ ഫീൽ ചെയ്തതാവട്ടെ, ഷിക്രൈഡ് ഞാൻ ഫീൽ ചെയ്തതാവട്ടെ, അതിന് ഒരുപാട് മീനിങ്സ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് റിസൾട്ട് ഓഫ് ഹാർഡ് വർക്ക്. അതൊരു ഫൈറ്റിന്റെ ഒരു ഡിഫറെന്റ് ലെവൽസിലുള്ള വിന്നിന്റെ ഒക്കെ സ്റ്റോറിയാണ്. അതൊരു ജസ്റ്റ് ഒരു ഹാർഡ് വർക്ക് ചെയ്തതിന്റെ പഠിച്ച് ഒരു ഇത് കിട്ടിയതിന്റെ മാത്രമൊന്നും അല്ലായിരുന്നു. അപ്പോ എനിക്കിപ്പം തോന്നുന്നു നിതിന് എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് പോലത്തെ ഒരു സപ്പോർട്ട്, കുറച്ച് കൂടെ സ്ട്രോങ് സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ആ കുഞ്ഞിന് മരിക്കേണ്ടി വരില്ലായിരുന്നു. അത് അവനെന്ന് മാത്രമല്ല, ഇപ്പൊ മീഡിയയിൽ വന്നിട്ട് ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് അവർ ടോളറേറ്റ് ചെയ്തത്, അവരെ പിന്നെ ഫിസിക്കലി കളിയാക്കുന്നതും ബോഡി ഷേമിങ് ചെയ്യുന്നതും ഒക്കെ ഇപ്പൊ അവര് പറയുന്നുണ്ട്. അവരുടെ ഒക്കെ വീട്ടിൽ നിന്ന് ഒന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ, ഒരു ക്ലാസ് ആയിട്ട് മാസ് കംപ്ലൈന്റ് കൊടുത്തു എന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഒരു പൊളിറ്റീഷ്യനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും ഒരു ഫാമിലി ഒരു സ്റ്റെപ്പ് മുന്നേ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോ ആ കുഞ്ഞ് ഇന്നും ഉണ്ടായിരുന്നേനെ. ദാറ്റ് ഈസ് മൈ ഹോൾ പോയിന്റ്. അപ്പോ ഇനി ഒരു നിതിൻ രാജ് ഉണ്ടാവാതിരിക്കട്ടെ. നമുക്ക് ഇപ്പോഴെങ്കിലും റിയാക്ട് ചെയ്ത് തുടങ്ങാം.